ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശ്വേത. ഇന്ന് എൻ്റെ യൂട്യൂബിലെ ദ വെരി ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ ഇന്ന് എൻ്റെ അനിയത്തിയുടെ ശ്രേയയുടെ ഗ്രാജുവേഷൻ സെറമണിയാണ്. ബൈ ദ വേ അവളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. 4 മണിക്കാണ് ഇന്ന് കോളേജിൽ അവളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാനാണ് അവളെ സാരി ഉടുപ്പിക്കുന്നത്. സാരി ഓൾറെഡി മാളാൻ്റെ നമുക്ക് പ്രീപ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതങ്ങ് ഉടുപ്പിച്ച് കൊടുത്താൽ മതിയായിരുന്നു. വള്ളേർ എടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് സാരി ഉടുക്കാനായിട്ട് പറ്റി. പിന്നെ സാരി എടുക്കുന്ന കുറച്ച് ക്ലിപ്സൊക്കെ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി. വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹെയറും മേക്കപ്പും ഒക്കെ അവൾ തന്നെയാണ് സെറ്റ് ചെയ്തത്. സാരി മാത്രമാണ് ഞാൻ ഉടുത്തു കൊടുത്തത്. കോളേജിൽ നിന്ന് ഓൾറെഡി പറയണമായിരുന്നു നമ്മൾ പരിപാടിക്ക് എത്ര പേര് ചെല്ലും എന്നുള്ളത്. സോ അക്കുടിൻ്റെ സൈഡിൽ നിന്ന് ഞാനും അച്ഛനും അമ്മയും കൂടിയായിട്ടാണ് പോയത്. അങ്ങനെ ഫൈനലി ഇതാ നമ്മളവിടെ കോളേജ് എത്താറായിട്ടുണ്ട്. അവളുടെ കോളേജ് വരുന്നത് KME എഞ്ചിനീയറിംഗ് കോളേജ് എടത്തലയിലാണ്. കോളേജ് ആണെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ്. നമുക്ക് കുറച്ചധികം തന്നെ നടക്കാനുണ്ടായിരുന്നു. കാർ പാർക്കിംഗ് ആണെങ്കിൽ നമുക്ക് താഴെയാണ് കിട്ടിയതും. ബിടെക്കിൽ CS ആണ് അക്കുട് ചൂസ് ചെയ്തത്. മെറിറ്റിൽ എൻട്രൻസ് എഴുതിയാണ് അവൾക്ക് സീറ്റ് കിട്ടിയതും. നിങ്ങൾ ആരെങ്കിലും ബിടെക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാനും അമ്മയും അക്കുടിൻ്റെ കോളേജ് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് അവളുടെ ക്യാമ്പസ് നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് അവളുടെ ക്ലാസ് റൂമിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടത് പുറത്തുള്ള ആംബിയൻസ് ആയിരുന്നു. അവളുടെ ഫ്രണ്ട്സിന് പലർക്കും പല സ്ഥലത്തായിട്ടാണ് കാർ പാർക്കിംഗ് കിട്ടിയത്. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഫൈനലി നമ്മൾ അവരെ കണ്ടുമുട്ടി. ശേഷം അവർക്ക് ഗ്രാജുവേഷൻ ഗൗൺ ആൻഡ് ക്യാപ്പ് വാങ്ങാനായിട്ട് ക്ലാസ് റൂമിലേക്ക് പോകേണ്ട വന്നു. ഡേലൈറ്റിലോട്ട് ഇറങ്ങിയപ്പോഴാണ് അക്കുടിൻ്റെ ഡ്രസ്സിൻ്റെ ഭംഗി ശരിക്കും ഞാൻ ശ്രദ്ധിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ധൃതിപ്പെട്ടും അതുപോലെ തന്നെ കറണ്ട് ഇല്ലാതെ ഇറങ്ങിയതുകൊണ്ടും എനിക്ക് അങ്ങോട്ട് ഡ്രസ്സിൻ്റെ ഭംഗി അങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ മാത്രമല്ല, ഇന്നത്തെ ഫംഗ്ഷൻ വന്ന എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഒരുങ്ങി വന്നായിരുന്നത്. ഇപ്പോൾ അവൾക്ക് ക്യാപ്പും ഗൗണും കൊടുത്തതാണ് അവളുടെ ക്ലാസ് മെൻറ്റർ. ഇതവളുടെ ബെസ്റ്റ് ഫ്രണ്ട് നദ. ഇവർ ബാക്കിയുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ നിൽക്കുന്ന ഈ ബിൽഡിംഗ് ആണ് അക്കുടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, CS ഡിപ്പാർട്ട്മെൻറ്റ്. കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ബാക്കി ഫ്രണ്ട്സ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു. ഇതാണ് അവളുടെ ഫ്രണ്ട്സ്, അലീഷയും നിഷാനയും. നദേരെ പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. ഇൻ ബിറ്റ്വീൻ ഞാൻ ഇവർക്ക് എല്ലാവർക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗൗൺ ഇടുന്നതിന് മുമ്പും ഗൗൺ ഇടുന്നതിന് ശേഷം അങ്ങനെയുള്ള കുറച്ചധികം ക്ലിപ്സ് ഞാൻ എടുത്തു കൊടുത്തു. ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ. ഗൗൺ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അക്കുട് റിയലൈസ് ചെയ്യുന്നത് അവളൊരു കൈ ഇട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഗൗൺ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. ഗൗണിനോടൊപ്പം തന്നെ അവർക്കൊരു റെഡ് കളർ ടാഗും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ അവരുടെ കോളേജിൻ്റെ പേരാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ടാസ്ക് തൊപ്പി വെക്കുന്നതായിരുന്നു. ക്യാപ്പ് വെക്കാനായിട്ട് അക്കുട് ആദ്യം കുറച്ച് അറ്റംപ്റ്റുകൾ നോക്കിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഫെയിലായി. പിന്നെ ഞാനും കൂടി ചെന്നിട്ടാണ് അവളെ ഹെൽപ്പ് ചെയ്തത്. അക്കുടിന് മാത്രമല്ല, അവളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാനാണ് ക്യാപ്പ് വെച്ച് കൊടുത്തത്. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല, അതാണെങ്കിൽ പ്രോപ്പറായിട്ട് തലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ശേഷം അവളുടെ ഫ്രണ്ട്സിൻ്റെ പാരൻസിൻ്റെ ഒപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളെല്ലാവരും നേരെ ഓഡിറ്റോറിയത്തിലേക്ക്. അവിടെ എല്ലാവരുടെയും പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോഴത്തേനും ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ പ്രെയർ ആയിരുന്നു. പിന്നെ ശേഷം കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ. ഇൻ ബിറ്റ്വീൻ നമുക്ക് കഴിക്കാനായിട്ട് ഒരു സ്നാക്ക് ബോക്സും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ശേഷം ഇവരുടെ പ്രോഗ്രാം അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തു. ബിടെക് എന്ന് പറഞ്ഞ് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ന് എനിക്ക് ഇവള് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും പറഞ്ഞൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഇതൊക്കെ. ഞാനാണെങ്കിൽ കോവിഡ് ബാച്ച് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഗ്രാജുവേഷൻ സെറമണി ഒന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാ ഗേൾസിനോടും എനിക്ക് പറയാനുള്ളത്, ഗേൾസ് മാത്രമല്ല ബോയ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പഠിച്ച് നല്ലോണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു 4 ഇയേഴ്സ് ഈ കുട്ടികളെല്ലാവരും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ശരിക്കും നന്നായിട്ട് അറിയാം. ലാബ് എക്സാംസ്, സീരിയസ് എക്സാംസ്, മെയിൻ എക്സാംസ് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് അവരിപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റേജിൽ തന്നെ വന്ന് നിൽക്കുന്നത്. ഇതെല്ലാം കറക്റ്റായിട്ട് സക്സസ് ആയി എന്നുള്ളത് ഇവരുടെ എല്ലാ മുഖത്തു നിന്നുള്ള ആ പുഞ്ചിരിയും തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവരൊക്കെ കൂടുതൽ സന്തോഷം നമുക്ക് കാണാൻ പറ്റിയത് ഇവരുടെ പാരൻസിൻ്റെ മുഖത്തു നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ പാരൻസും നല്ല പ്രൗഡായിരുന്നു അവരുടെ മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ട്. ഫൈനലി നമ്മുടെ പരിപാടികളൊക്കെ വൈൻഡപ്പ് ചെയ്തു. ഇതാണ് അവരുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ. സോ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. അപ്പോൾ എൻ്റെ വ്ളോഗ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ബൈ ഫ്രണ്ട്സ്.